അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ എല്ലാവർക്കും? ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ വീട്ടിലേക്ക് വന്നിട്ടുള്ള പാത്രങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇൻഡസ് വാലി ബ്രാൻഡിൻ്റെ പാത്രങ്ങളാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത് അൺബോക്സ് ചെയ്ത് വെക്കുന്നത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഇൻഡസ് വാലിൻ്റെ കടായി വിത്ത് ലിഡ് പ്ലസ് ഫ്രൈ പാൻ കേട്ടോ. അപ്പോൾ ഇത് 22 സെൻറ്റിമീറ്ററിൻ്റെ ഫ്രൈ പാനാണ്. 3 ലെയർ കോട്ടിങ് വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫ്രൈ പാനാണ് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. ഇത് അതേപോലെ തന്നെ 24 സെൻറ്റിമീറ്ററിൻ്റെ കടായിയാണ്. പിന്നെ ലിഡും ഉണ്ട് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ മെറ്റീരിയൽ. അതേപോലെ തന്നെ ലിഡും അതേ ഒരു തന്നെയാണ് കേട്ടോ. അതാകണം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ലിഡ് തന്നെയാണ്, ചില്ലിൻ്റെ ലിഡൊന്നല്ല കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും കുറച്ചുകൂടി ഈസിയാണ്. പൊട്ടുമോ അങ്ങനെയുള്ള പേടിയൊന്നും പേടിച്ചണ്ട. നല്ല കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട് കേട്ടോ പാത്രം. രണ്ടും 3 ലെയർ കോട്ടിങ്ങും ഒക്കെ ആയിട്ടുള്ള നല്ല കട്ടിയും കനമൊക്കെ ഉള്ള പാത്രങ്ങളാണ്. ഇൻഡസ് വാലിൻ്റെ പാത്രങ്ങൾ എൻ്റെ കൂട്ടുകാരാണ് കേട്ടോ എനിക്ക് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഓല് കുറച്ച് ആളുകളൊക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്തു. നല്ല പാത്രമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓല് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാനും ഇൻഡസ് വാലിൻ്റെ പാത്രങ്ങൾ വാങ്ങിയത്. അപ്പോൾ ഇതാണ് കാസ്റ്റ് ചെയ്യേണ്ട അവരുടെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് കേട്ടോ. ഫ്രൈ പാന്, പിന്നെ അപ്പം തടുക്ക പാന്, ഗ്രിൽ പാന്, അങ്ങനെയൊക്കെ ആയിട്ട് കാസ്റ്റ് ചെയ്യേണ്ട കളക്ഷൻസും ഉണ്ട്. അതേപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കുക്കറും കുക്ക് വെയർ സെറ്റും. അപ്പോൾ ആ കുക്ക് വെയർ സെറ്റാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. ഫ്രൈ പാന്, പുട്ടുകുറ്റി, അങ്ങനെയുള്ള പിന്നെ സാധനങ്ങളൊക്കെ ഓല കയ്യിലുണ്ട് കേട്ടോ. പിന്നെ ഇന്ത്യയിലെ നമ്പർ 1 കുക്ക് വെയർ ബ്രാൻഡാണ് കേട്ടോ ഇൻഡസ് വാലി. അപ്പോൾ പിന്നെ പാത്രങ്ങളും അതിനനുസരിച്ച് ക്വാളിറ്റിയൊക്കെ ഉണ്ടാകുമല്ലോ. എന്തായാലും പാത്രങ്ങൾ നമുക്ക് ഇന്ന് തന്നെ ഉദ്ഘാടിക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ പാത്രത്തിൽ ഒരു റെസിപ്പിയും കൂടി ഉണ്ടാക്കി കാണിച്ചു തരാം. നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഞാനിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കിനി കേട്ടോ. അപ്പം എന്നാൽ അത് ഈ പാത്രത്തിൽ അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ സ്റ്റിക്കർ പറിച്ചെടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇതിലുള്ളതും ഒന്ന് പറിച്ചെടുക്കട്ടെ. പിന്നെ ഇൻഡസ് വാലിൻ്റെ പാത്രങ്ങൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ബുഷിറ 12 എന്ന് പറഞ്ഞാൽ ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ 2 പാത്രങ്ങളുടെയും ഉള്ളത്തെ സ്റ്റിക്കറൊക്കെ ഒന്ന് പറിച്ചെടുത്താണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്നിട്ട് ഈ പാത്രത്തിൽ ചിക്കൻ കറി വെച്ച് നോക്കാം. ഒന്നൊന്ന് ചൂടായി കഴിഞ്ഞ് പിന്നെ ചെറിയ ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിൽ ഇട്ടാൽ നമ്മൾ ഇതൊക്കെ കുക്കായി കിട്ടും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഞാനൊന്ന് ചട്ടി ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടുകണം കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായി വന്നപ്പോൾ ഞാനേക്ക് സവോളയാണ് ചേർത്തെടുത്തിട്ടുള്ളത്. ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ വഴറ്റിയെടുത്തിട്ടുണ്ടായിനി. ഉള്ളി പെട്ടെന്ന് റെഡിയായി വരുന്നുണ്ട്. ഒരു എന്താ പറയുക, നമ്മൾ സാധാരണ പാത്രത്തിൽ ഇതാവണേക്കാട്ടിലും ഇത് പിന്നെ 3 ലെയർ കോട്ടിങ് ഉണ്ടായതുകൊണ്ട് ചൂടായി കഴിഞ്ഞാൽ നല്ലോണം ഹീറ്റ് നിൽക്കും കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ ചേർത്തെടുത്തു. പിന്നെ പൊടികളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചിക്കൻ മസാലയും ചേർക്കലുണ്ട്, പക്ഷേ ചിക്കൻ മസാല ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സിമ്മിലിട്ടിട്ടാണ് പൊടികളൊക്കെ വഴറ്റെടുത്തത്. അപ്പോൾ അടി കരിയണമൊന്നുമില്ല കേട്ടോ. വേഗം തന്നെ റെഡിയായി കിട്ടുകയും ചെയ്തിട്ട് നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ കുക്കിംഗ് ഫാസ്റ്റ് ആക്കുന്നുണ്ട്. അതേപോലെ തന്നെ അടിക്കൊന്നും പിടിച്ചിട്ട് പ്രശ്നമില്ല കേട്ടോ. പിന്നെ ക്ലീൻ ചെയ്യാനും ഉഷാറാണ് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ പിന്നെ തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. ആ സമയത്താണ് കറിവേപ്പില ചേർത്തിട്ടില്ല എന്ന് ഓർമ്മയത്. അതിൽ കറിവേപ്പിലൊക്കെ കൊണ്ടുവന്ന് ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളായതുകൊണ്ടേ പിന്നെ നമുക്ക് സീസണിങ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് ഡയറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ട് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ കാണാൻ മൊഞ്ചിയുള്ള പോലെ തന്നെ കുക്കിങ്ങും പെട്ടെന്ന് ഈസിയാണ് കേട്ടോ. പിന്നെ ബുഷിറ 12 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും 12% ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ പിന്നെ അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കൂപ്പൺ കോഡ് തന്നെ യൂസ് ചെയ്തുകൊണ്ട്, എൻ്റെ പേരാണ് കേട്ടോ ബുഷിറ, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ചിലർ ബുത്തൂസ് എന്ന് ആയതുകൊണ്ട് പേര് ചിലപ്പോൾ അറിയാൻ സാധ്യതയില്ല. അപ്പോൾ ബുഷിറ 12 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.
അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ഇനിയിപ്പോൾ ഫ്രൈ പാനിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരണ്ടേ. അപ്പോൾ പുതിയതായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാനുള്ള ഒരു ത്വര ഇങ്ങനെ. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ് ഉണ്ടേന്. ക്യാരറ്റ് ഇനിയും കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കരുത്. ഇതാ ഇതോടുകൂടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഉണ്ടേന്. അപ്പോൾ അത് വെച്ചിട്ട് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ പ്രിപ്പറേഷൻസ് കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഫ്രൈ പാനാണ്, നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. 22 സെൻറ്റിമീറ്റർ ഉണ്ട് കേട്ടോ അതിൻ്റെ അത്. അപ്പോൾ ഇതാ അടിക്കൊന്നും പിടിച്ചിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കണ്ടോ, ഇതാ എളുപ്പത്തിൽ തന്നെ റെഡി ആയി കിട്ടിയിരിക്കണം കേട്ടോ. അത് നമ്മളെ പരിപാടി കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ല കനം ഉണ്ട് കേട്ടോ പാത്രം. അതുകൊണ്ട് ഇങ്ങനെ ഗ്യാസുമൊന്നും മറിഞ്ഞു പോണ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ചില പാത്രങ്ങളുണ്ടല്ലോ മറ്റേ പാത്രങ്ങൾ കനം കുറവായിരിക്കും, അതിൻ്റെ പിടുത്തം കുറച്ച് നീളത്തിലായിട്ട് അങ്ങനെ ഗ്യാസുമൊന്നും മറിഞ്ഞു പോണ പ്രശ്നം അതില്ല കേട്ടോ. കാരണം ഇതിൻ്റെ എന്താ പിടുത്തം അങ്ങോട്ട് ഒരുപാട് നീളമൊന്നുമില്ല, പക്ഷെ എന്നാലും നല്ല കട്ടിയിലാണ് കേട്ടോ. ഇവിടെ ഒരാൾ ക്യാരറ്റ് ഹൽവ കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഒരു കയ്യിൽ സ്പൂൺ പിടിച്ചിട്ട് ഇടത്തെ കൈ കൊണ്ട് വാരിയാണ് കഴിച്ചുകൊണ്ട് നിൽക്കണത്. അപ്പോൾ ആകെ അലമ്പാക്കിയിട്ട് ഞാൻ വാരി കൊടുക്കണമെന്ന് ഒരു വേണ്ട. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഒന്ന് പാത്രത്തിൽ ഒഴിച്ച് വെച്ച് ഇനി ഇത് ക്ലീൻ ആക്കണേ എങ്ങനെ കാണിച്ചു തന്നെ. ക്ലീൻ ആക്കാനും ഈസിയാണ് കേട്ടോ. കണ്ടോ, ഉള്ളിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, പുറത്തും പിടിച്ചിട്ടൊന്നുമില്ല. പുറത്ത് പിന്നെ ഗ്യാസുമ്മലാണല്ലോ, പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതാക്കണ ക്ലീൻ ചെയ്തെടുത്തിക്കണം കേട്ടോ. അപ്പോൾ നമ്പർ 1 ഹെൽത്തി കുക്ക് വെയർ ബ്രാൻഡ് ആയ ഇൻഡസ് വാലിൻ്റെ പാത്രങ്ങളാണ്. അപ്പം നമ്മുടെ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മറക്കണ്ട. പിന്നെ ഉള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെ അറിയാൻ എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കണേ. പിന്നെ നമ്മുടെ കോഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകണ്ട. ബുഷറ 12 എന്നാണ് കോഡ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.